അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഖൂക്കും അബ്ദുള്ള. കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഏകദേശം 1,30,000-ഓളം പേര് അത് കണ്ടു. കുറേ ആളുകൾ കമൻറ്റ്, ഷെയർ ഒക്കെ. സന്തോഷം. അതിൽ കൂടുതൽ പ്രവാസികളാണ്. കുറേ ആളുകൾ വിളിക്കുകയും അവരുടെ സന്തോഷം അറിയിക്കുകയും ഖുർആൻ പഠിക്കാൻ പറ്റുന്നതിലുള്ള അവരുടെ താല്പര്യമൊക്കെ അറിയിച്ചു. അൽഹംദുലില്ലാ. പിന്നെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ഇത് ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ ആരാണ് എന്നൊന്ന് പറഞ്ഞാൽ അറിയാമായിരുന്നു, പരിചയപ്പെടായിരുന്നു പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പേര് അബ്ദുള്ള, തിരൂർക്കാട്, മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ അടുത്ത് തിരൂർക്കാടാണ് സ്ഥലം. പിന്നെ ഞാനിപ്പോൾ പഠിക്കുകയാണ്. ഞാൻ PG പഠിക്കുകയാണ്, MA അറബിക്ക്. ഡൽഹിയിലൊരു ജാമിയ മില്ലിയ എന്ന യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. നാളെ പരീക്ഷ ഉണ്ട്. അപ്പോൾ പരീക്ഷൻ്റെ ഇടയിലാണ്, എന്നാലും എല്ലാവരും താല്പര്യം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ ഇടാൻ കരുതി വന്നതാണ്. ശരി. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പല ആളുകളും ചില നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. നല്ലത്, ജസാക്കുമുള്ള. ചില ആളുകൾ, ഒരാൾ എന്നോട് തജ്വീദിൻ്റെ വാവ് ഉച്ചരിക്കുന്ന സമയത്തൊന്നും ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയിട്ടുള്ള ആളുകളൊക്കെ ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നാവും. വാവ് പറയുമ്പോൾ വാ എന്നല്ല ഉവ. രണ്ട് ചുണ്ടിൽ നിന്ന് മാത്രമാണ് വരേണ്ടത്. ഈ പല്ല് ഇവിടെ തട്ടാൻ പാടില്ല എന്നുള്ള അക്ഷരത്തിൻ്റെ വാ എന്നല്ല ഉവ എന്ന് പറയണം. അതൊരു കാര്യം. മറ്റ് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്യുമ്പോൾ നീ എന്ന് പറയാൻ പാടില്ല, താങ്കൾ, അങ്ങ് എന്നൊക്കെയാണ് പറയേണ്ടത് എന്ന്. ശരിയാണ്, വന്നിട്ടുള്ളൊരു പിഴവാണ്. ഒന്നാമത് നേരിട്ട് പരിഭാഷപ്പെടുത്തുമ്പോൾ നശ്റഹ് ലക എന്ന് പറയുമ്പോൾ നിൻ്റെ എന്നതായി പോയതാണ്. നമുക്ക് മലയാളത്തിൽ കുറച്ചും കൂടെ ബഹുമാനിച്ചുകൊണ്ട് പറയാവുന്നതാണ് താങ്കൾ എന്നും അങ്ങ് എന്നൊക്കെ. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കാം. നന്ദി, ജസാക്കുമുല്ലാ. പിന്നെ ഒരാൾ ഏലിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ, മതമൊന്നും ആവശ്യമില്ല, എല്ലാ ആളുകളെയും സ്നേഹിച്ചാൽ മാത്രം മതി, ലവ് എവ്രി വൺ, സ്നേഹമാണ് നമ്മുടെ മതം എന്ന രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് മതം ഉണ്ടെങ്കിലും എല്ലാവരും സ്നേഹിക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ വീട്ടുകാരെയും നാട്ടുകാരെയും മാതാപിതാക്കളെയും ഇണകളെയും മക്കളെയും എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമാണ് നമ്മുടെ മതം പഠിപ്പിക്കുന്നത്. ആരോടും എതിർപ്പോ വെറുപ്പോ നമുക്കില്ല. എല്ലാ മതസ്ഥരെയും പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ് മതങ്ങളെല്ലാം പറയുന്നത്. അതുകൊണ്ട് മതം സ്നേഹത്തിനൊരു തടസ്സമാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്, ഈ അവസരത്തിൽ ഒരു കാര്യം കൂടി പറയാം, നമ്മുടെ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുക ഏറ്റവും കൂടുതൽ. കാരണം ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ ഒരു മെസ്സേജ് കണ്ടു. ഒരാൾ കുറേ ദിവസം വെയിറ്റ് ചെയ്തിട്ട് പല സംഗതികളും റെഡിയാക്കി നമ്മുടെ സിനിമാ നടൻ മമ്മൂക്കയെ കാണാൻ നിന്നുവെന്നും അവസാനം മമ്മൂക്ക അദ്ദേഹത്തെ പരിഗണിക്കാത്തപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര വിഷമായി എന്ന് പറയുന്ന ഒരു വീഡിയോ. യഥാർത്ഥത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെ ആകുമ്പോൾ, അള്ളാഹു എന്തായാലും നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ട്, നമ്മളെ തിരിച്ച് സ്നേഹിക്കും എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ പോലും, നമ്മൾ അള്ളാഹുവിനെ അനുസരിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മളെ മേലിൽ ചൊരിയുന്നുണ്ട് എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. അപ്പം നമുക്ക് ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മൾ പല ആളുകളും പറഞ്ഞതനുസരിച്ച് നമസ്കാരത്തിലൊക്കെ സ്ഥിരമായിട്ട് ഓതാറുള്ള ഒരു സൂറത്തുൻ നസ്ർ എന്ന് പറയുന്ന ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്, ആ സൂറത്താണ് ഇൻഷാ അല്ലാഹ് തുടങ്ങുന്നത്. അത് ഞാനൊന്ന് ഓതാം, ഫുള്ളായിട്ട് ഒന്ന് കേൾക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. നമ്മൾ ഓരോ ആയത്തിലുള്ള നമുക്ക് ഓതുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ പറയാം. ഇദാ ജാ, ഇദാ എന്ന് പറയുമ്പോൾ നാവുദ ഇവിടെ വരണം. ഇദാ, ഓക്കെ. ഇസ എന്നായി പോരുത്. ഇദാ ജാ എന്നുള്ളത് നീട്ടാനുണ്ട്. ഹംസ വന്നുകൊണ്ടാണ് ആ നീട്ടുന്നത്. ജാ 4-5 അർക്കത്തിൻ്റെ അളവിൽ നീട്ടാവുന്നതാണ്. إذا جاء
നസ്റുല്ലാഹി വൽ ഫത്ഹ്. അടുത്തൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പല ആളുകളും ഓതുമ്പോൾ ഫതഹ് ഫതഹ് എന്നാണ് പറയാം. ഇവിടെ വൽ ഫത്ഹ് താക്ക് സുക്കൂനാണ്. അപ്പോൾ ഫത്ഹ് അങ്ങനെയാണ് വരേണ്ടത്, ഫത്ഹ്. അതൊന്ന് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ആയത്ത് ഞാൻ ഒന്നുകൂടി ഒന്ന് ഓതി നോക്കുക കൂടെ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ഓക്കെ, അടുത്തായത് വറഅയ്ത الناس يدخلون في دين الله أفواجا ورأيت الناس റഅയ്ത الناس നൂനിന് ശബ്ദ വന്നാൽ അവിടെ അങ്ങനെ മണിക്കണം. റഅയ്ത الناس എന്ന് പറയണം. പിന്നെ യദ്ഖുലൂന യദ് എന്നങ്ങനെ മുഴങ്ങി കേൾക്കണം. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത്. അതുപോലെ തന്നെ റ എന്ന് ഉച്ചരിക്കുമ്പോൾ നമ്മൾ മലയാളത്തിൽ റ എന്ന് പറയുന്നത് പോലെ അല്ല, റോ എന്ന് പറയണം. റോ എന്നാണ്, വറ എന്നല്ല. വറഅയ്ത الناس يدخلون في دين الله أفواجا. فسبح بحمد ربك واستغفره. ഫസബ്ബിഹ്, അക്ഷരം നന്നായാലേ അതിൻ്റെ ആ ഭംഗി. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, റബ്ബിക എന്നല്ല റബ്ബിക. വസ്തഗ്ഫിർ എന്നല്ല, അത് റാഇൻ്റെ തഫ്ഖീം തർഖീഖ്, അത് നേർപ്പിച്ച് ഉച്ചരിക്കണോ കട്ടിയിൽ ഉച്ചരിക്കണോ എന്നുള്ള ഒരു പാഠം കാണാത്ത ജീവിതത്തിലൊക്കെ. അപ്പം അതിൽ വസ്തഗ്ഫിർ എന്നല്ല വസ്തഗ്ഫിർ, വസ്തഗ്ഫിർ. അവിടെ നിർത്തുമ്പോൾ ഇങ്ങനെയാണ്, വസ്തഗ്ഫിർ ഇങ്ങനെ നിർത്തണ്ടേ. വസ്തഗ്ഫിർഹു എന്നല്ല, വസ്തഗ്ഫിർ. ഇന്നഹു കാന തവ്വാബാ. ഇന്ന എന്നുള്ള നൂനിൻ്റെ ശബ്ദം നോക്കുക. ഇത്രയും കാര്യങ്ങളാണ്, ചെറിയൊരു സൂറത്താണ്, കുറച്ച് കാര്യങ്ങളാണ് തജ്വീദൊക്കെ ശ്രദ്ധിക്കാറുള്ളത്. പക്ഷേ വസ്തഗ്ഫിർഹു അങ്ങനത്തെ നമ്മൾ പലപ്പോഴും തെറ്റിക്കാറുള്ള കാര്യങ്ങൾ. അതുപോലെ ഫതഹ് എന്നായിരിക്കും പലരും അത്, ഫത്ഹ് എന്നാണ് അത് ഓതേണ്ടത്. അതുപോലെ ജാ എന്നുള്ളത് നീട്ടുക. ഇത്തരം കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു പ്രാവശ്യം കൂടി ഓതാം, നമുക്ക് എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് എൻ്റെ കൂടെ ഓതിയേക്കാം. എന്തെങ്കിലും എനിക്കും പിഴവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സൂചിപ്പിക്കുക ഇൻഷാ അല്ലാഹ് കമൻറ്റിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ഇതാണ് ആ സൂറത്തിൻ്റെ ഒരു സാമാന്യ തജ്വീദ് എന്ന് പറയുന്നത്. ചില കാര്യങ്ങളൊക്കെ ഞാൻ പ്രയാസമുള്ളതൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും, എല്ലാവർക്കും കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന തന്നെ പറഞ്ഞിട്ടുള്ളൂ ഇൻഷാ അല്ലാഹ്. ഇനി ഇതിൻ്റെ ഒരു അർത്ഥം, ഒരു അവതരണ പശ്ചാത്തലം, ഒരു തഫ്സീർ വിശദീകരണം നമുക്ക് നോക്കുകയാണെങ്കിൽ, ഈ സൂറത്ത് ഒരു മദനിയായ സൂറത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷക്കാലത്തെ മക്കയിലുള്ള വാസത്തിന് ശേഷം മദീനയിലേക്ക് ഹിജ്റ പോയതിന് ശേഷം ഇറങ്ങിയ മദനിയായിട്ടുള്ള ഒരു സൂറത്താണ് ഈ സൂറത്ത്. ഒരു സൂറത്തിൻ്റെ രൂപത്തിൽ ഇറങ്ങിയിട്ടുള്ള, അതായത് മുഴുവനായിട്ട് ഒരു സൂറത്ത് രൂപത്തിൽ ഇറങ്ങിയ അവസാനത്തെ സൂറത്താണ്, ഏറ്റവും അവസാനത്തെ സൂറത്ത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിനോടനുബന്ധിച്ച് ഇറങ്ങിയിട്ടുള്ള ഒരു സൂറത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, 23 വർഷക്കാലത്തെ പ്രബോധന പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം സഹിച്ചുകൊണ്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന് 23 വർഷക്കാലത്തെ പ്രബോധനത്തിന് ശേഷം ഇറങ്ങിയിട്ടുള്ള മക്കം ഫത്ഹ് എന്ന് പറയുന്ന വിജയങ്ങളുടെ വിജയത്തിന് ശേഷം ഇറങ്ങിയിട്ടുള്ള ഒരു സൂറത്താണിത്. അപ്പോൾ അതങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായിട്ട് ആളുകൾ ഒരുപാട് വരുമ്പോഴുള്ള ആ സൂറത്തിൻ്റെ ആയത്തിൻ്റെ അർത്ഥം നമ്മൾ പറയാം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിൻ്റെ സഹായവും വിജയവും ഒക്കെ വന്നെത്തിച്ചേരുന്ന സന്ദർഭത്തിൽ, വറഅയ്ത الناس يدخلون في دين الله أفواجا, അള്ളാഹുവിൻ്റെ മതത്തിൽ ആളുകൾ കൂട്ടം കൂട്ടമായി വന്നെത്തിച്ചേരുന്ന ഒരു സ്ഥിതി
പ്രവാചകരെ താങ്കൾ കാണുന്ന സന്ദർഭത്തിൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ, അപ്പോൾ അള്ളാഹുവിന് പ്രണാമമർപ്പിച്ച് അവനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് ചൊല്ലുക, അവനോട് പാപമോചനം തേടുകയും ചെയ്യുക. ഇന്നഹു കാന തവ്വാബ, തീർച്ചയായും അവൻ പാപങ്ങളെല്ലാം പൊറുക്കുന്നവനാകും. ഇതാണ് ഈ സൂറത്തിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്, ചില കാര്യങ്ങൾ മാത്രം ഓർക്കാനുള്ളത് പറയണം. ഇബ്നു അബ്ബാസ് പറഞ്ഞതായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയുഷ്കാലാവധി അവസാനിച്ചതായി അറിയിക്കുന്ന ഒരു സൂറത്ത് കൂടെയാണിത് എന്ന് ഇബ്നു അബ്ബാസ് പറയുന്നതായി കാണാം. അതുകൊണ്ട് തന്നെ സൂറത്തു തൗദിയ, യാത്രയപ്പിൻ്റെ വിടവാങ്ങലിൻ്റെ ഒരു സൂറത്തായിട്ട് ഈ സൂറത്തു തൗദിയ എന്ന പേരിലും കൂടെ ഇത് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൂറത്തിൽ നിർദ്ദേശിച്ച പ്രകാരം നമ്മൾ സാധാരണ റുക്കോയിലും സുജൂദിലും ഒക്കെ ചൊല്ലാറുള്ള സുബ്ഹാന റബ്ബിയൽ അദീം, സുബ്ഹാന റബ്ബിയൽ അഅല എന്നതിന് പകരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തിൻ്റെ നിർദ്ദേശപ്രകാരം പിന്നീട് സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മഗ്ഫിർലി, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി. അപ്പോൾ തസ്ബീഹും ഹംദും ഇസ്തിഗ്ഫാറും ഇത് മൂന്നും ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു പ്രാർത്ഥന നമസ്കാരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായി ഈ സൂറത്തിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു വിശദീകരണം എന്നുള്ള രൂപത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. പിന്നെ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ അടുത്തതായി ബാക്കിയുള്ളത് അലി കണ്ണോത്ത് എഴുതിയിട്ടുള്ളതിൻ്റെ മലയാളത്തിലുള്ളതിൻ്റെ കാവ്യരൂപമാണ്. വിജയവും സഹായവും അല്ലാഹു നൽകുന്നേരം വീണു വന്ദിക്കൂ വിനയാന്വിതനാകൂ, മോചനം ലഭിച്ചുവെന്ന ഹന്ത വേണ്ട, നിന്റെ മോക്ഷമാർഗം ഏത് നീ മറന്നിടേണ്ട. നീചരായിരുന്നവർ സംശുദ്ധരായി ദീനാം നേർവഴിയിലേക്ക് കൂട്ടം കൂട്ടമായി ഹാജരാകും കാഴ്ച കാണുമ്പോൾ പ്രണാമം ചെയ്ത് ഹംദ് ചൊല്ലി വാഴ്ത്തുക റബ്ബിൻ്റെ നാമം. നാമവന്ദനത്തിനൊപ്പം പാപഭാരം നീക്കാൻ റബ്ബിനോടിരക്കുക മുറപ്രകാരം. സീമയറ്റ തെറ്റുകൾക്കും മാപ്പു നൽകും, തൗബ സ്വീകരിക്കുന്നോനവൻ നമുക്കു തേടാം. ഓക്കെ, ഇപ്പോൾ സൂറത്തുൽ നസ്റിൽ നിന്ന് നമ്മൾ വിടവാങ്ങണ്. അടുത്തൊരു ഹദീസാണ് ഇമാം തിർമിദിയും തബ്രാനിയും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ഇബ്നു മസ്ഊദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്കിങ്ങനെ കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ അർബഅ. ഖിയാമത്ത് നാളിൽ വിചാരണ വേളയിൽ ഒരാളുടെയും പാദങ്ങൾ മുന്നോട്ട് ചലിക്കുകയില്ല 4 കാര്യങ്ങൾ ചോദിക്കപ്പെടുന്നത് വരെ. വിചാരണ വേളയിൽ പ്രയാസപ്പെടുന്ന വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ആ സന്ദർഭത്തിൽ നമുക്ക് ആർക്കും മുന്നോട്ട് നടക്കാൻ കഴിയുകയില്ല. 4 കാര്യങ്ങൾക്കുള്ള ചോദ്യവും അതിൻ്റെ മറുപടി നമ്മൾ കൊടുക്കുന്നത് വരെ എന്നാണ് പറയുന്നത്. ഒന്നാമതായി പറയുന്നത് അൻ ഉംരിഹി ഫീമ അഫ്നാഹു വഅൻ ജിസ്മിഹി ഫീമ അബ്ലാഹു. നമ്മുടെ ആയുസ്, നമ്മുടെ ശരീരം, ഇവ ഏത് കാര്യത്തിനാണ് നമ്മൾ ചെലവഴിച്ചത്, നമ്മൾ ഉപയോഗിച്ചത് എന്ന് ചോദിക്കപ്പെടുന്നത് വരെ നമുക്ക് മുന്നോട്ട് നടക്കാൻ കഴിയുകയില്ല. വഅൻ ഇൽമിഹി മാദാ അമില ബിഹി. അപ്രകാരം തന്നെ നമ്മുടെ വിജ്ഞാനം, നമ്മുടെ കയ്യിലുള്ള നമ്മുടെ അറിവ്, നമ്മുടെ ഇൽമ്, ആ ഇൽമ് എന്തിനു വേണ്ടിയാണ് നാം ചെലവഴിച്ചത് എന്നന്ന് ചോദിക്കും. വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖ. നമ്മുടെ ധനം, ആ ധനം നമ്മൾ എങ്ങനെയാണ് സമ്പാദിച്ചത്, അതെന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചത് എന്ന് അന്ന് ചോദിക്കും. അപ്പോൾ ഈ 4 കാര്യങ്ങളും, നമ്മുടെ ആയുസ്, നമ്മുടെ ശരീരം, നമ്മുടെ വിജ്ഞാനം, നമ്മുടെ ധനം, ഇവയൊക്കെ എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെലവഴിച്ചത് എന്ന് അന്ന് ചോദിക്കും. ഒരുപാട് ഇതിന് വിശദീകരണമൊന്നും ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ സമയം നമ്മൾ ശ്രദ്ധിക്കണം,
നമ്മുടെ ഇൽമ്, നമ്മുടെ ധനം എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നോട് കൂടെയാണ് പറയുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയുടെയൊക്കെ കാലമാകുമ്പോൾ നമ്മൾ സമയം ഒരുപാട് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം. നമുക്കതൊരു സങ്കടമുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും ഈ കാര്യങ്ങൾക്ക് എന്നുള്ള ഒരു ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടാവണം എന്നാണ് സൂചിപ്പിക്കുന്നത്. അവസാനമായിട്ട് ഒരു ഇസ്ലാമിക ഭക്തിഗാനം കൂടെ നമ്മുടെ ഈ പരിപാടിയുടെ ഭാഗമാണ്, അതും കൂടെ അവതരിപ്പിക്കുന്നു. പ്രാവശ്യം പ്രവാചകൻ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം, അയ്യൂബ് നബിയെ പറ്റിയുള്ള ഒരു ചരിത്രം പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين. പ്രവാചകൻ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഒരു വലിയ രോഗം എന്നെ ബാധിച്ചിട്ടുണ്ട്, അല്ലാഹുവേ നീയാണല്ലോ കാരുണ്യവാൻ എന്ന് പറഞ്ഞു വിളിക്കുന്ന ഒരു സന്ദർഭം നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാം. അപ്പോൾ ഈ ഒരു ചരിത്രം, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ബാധിച്ച ഈ രോഗത്തെ പറ്റിയൊക്കെ വിവരിക്കുന്ന ഒരു ചരിത്രം ഇ കെ പന്നൂർ എന്ന് പറയുന്ന നമ്മുടെ ഒരു അധ്യാപകനാണ് ഇത് എഴുതിയിട്ടുള്ളത്. എന്നെ പണ്ട് പഠിപ്പിച്ചിട്ടുള്ള KV അബൂട്ടി അരീക്കോട്, അദ്ദേഹമാണ് ഇതിന് ഈണം കൊടുത്തിട്ടുള്ളത്. വളരെ ഭക്തിസാന്ദ്രമായ, അതിൻ്റെ വരികളിൽ പ്രത്യേകിച്ച് ഊന്നൽ നൽകേണ്ട ഒരു ഗാനമാണ് ഇത്. ഇൻഷാ അല്ലാഹ്. അയ്യൂബ് നബി കരഞ്ഞു, അല്ലാഹ് വിളി കേൾക്ക്, നീറുന്നു തമ്പുരാനേ ദേഹം നോവുന്നു തമ്പുരാനേ, കാരുണ്യവാനല്ലോ നീ എന്നെ കരകേറ്റ് തമ്പുരാനേ. ധനികരിൽ ധനികരായി, ഭക്തരിൽ ഭക്തരായി, ധനികരിൽ ധനികരായി, ഭക്തരിൽ ഭക്തരായി, ക്ഷേമമോടെ വാണിടുന്ന മോഹനനാളിൽ കഷ്ടപ്പാട് വന്നു പെട്ടു നിത്യരോഗിയായി നബി, വിട്ടകന്നു ബന്ധുക്കളും സേവകരും. കഷ്ടപ്പാട് വന്നു പെട്ടു നിത്യരോഗിയായി നബി, വിട്ടകന്നു ബന്ധുക്കളും സേവകരും. അയ്യൂബ് നബി കരഞ്ഞു, അല്ലാഹ് വിളി കേൾക്ക്, ഉറ്റവരകന്നു പോയി നിത്യദാരിദ്ര്യമായി, ഉറ്റവരകന്നു പോയി നിത്യദാരിദ്ര്യമായി, ദേഹമാകെ നീറിടുന്ന ഭീകരനാളിൽ ഒറ്റ നിന്ദ വാക്കുപോലും റബ്ബിനോട് ചൊല്ലിടാതെ ഒക്കെയും സഹിച്ചു നബി കേടുവല്ലോ. ഒറ്റ നിന്ദ വാക്കുപോലും റബ്ബിനോട് ചൊല്ലിടാതെ ഒക്കെയും സഹിച്ചു നബി കേടുവല്ലോ. അയ്യൂബ് നബി കരഞ്ഞു, അല്ലാഹ് വിളി കേൾക്ക്. അഹദവൻ കരുണയാലേ വ്യാധികൾ ഭേദമായി, അഹദവൻ കരുണയാലെ വ്യാധികൾ ഭേദമായി, പ്രാർത്ഥനയാലുടയവന്റെ നിഅമത്തിറങ്ങി. സത്യദൂതനായ നബി ലക്ഷപ്രഭുവായി വീണ്ടും വന്നണഞ്ഞു ബന്ധുക്കളും സേവകരും. സത്യദൂതനായ നബി ലക്ഷപ്രഭുവായി വീണ്ടും വന്നണഞ്ഞു ബന്ധുക്കളും സേവകരും. അയ്യൂബ് നബി
കരഞ്ഞു അല്ലാ വിളി കേൾക്ക്. നീറുന്നു തമ്പുരാനേ ദേഹം നോവുന്നു തമ്പുരാനേ. കാരുണ്യവാനല്ലോ നീ എൻ്റെ വിളി കേൾക്ക് തമ്പുരാനേ. വിളി കേൾക്ക് തമ്പുരാനേ. വിളി കേൾക്ക് തമ്പുരാനേ. ശരി, ഇൻഷാ അല്ലാഹ്. അപ്പോൾ പറഞ്ഞതുപോലെ നാളെ എനിക്കൊരു പരീക്ഷ ഉണ്ട്, പ്രാർത്ഥിക്കുക. ഇത്രയും ആളുകൾ, ഇപ്പോൾ 1,30,000 ആളുകൾ കണ്ടു എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ, എനിക്ക് തോന്നുന്നു 5000-ലധികം ആളുകൾ മാഷാ അല്ലാഹ് എന്നും ഇനിയും ഹൈറാവട്ടെ എന്നും നല്ലത് വരട്ടെ എന്നും ഒക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രാർത്ഥന ഒരാളുടേതെങ്കിലും, ഒരാൾ നമസ്കാരത്തിന് ശേഷം ഒരാളെങ്കിലും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചാൽ ഈ ലൈവ് വീഡിയോക്ക് ഒരു അർത്ഥം ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അത് പരസ്പരം സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക, എല്ലാവരും ഇഷ്ടപ്പെടുക, പരസ്പരം സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക, ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സ്നേഹിക്കുക. ഞാൻ ചിലപ്പോൾ തിരക്കൊണ്ട് പലർക്കും ഞാൻ റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആദ്യമൊക്കെ എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞതുപോലെ സമയം കിട്ടാത്തതുകൊണ്ട് ചെയ്തിട്ടുള്ള പരീക്ഷയ്ക്ക് വായിക്കാണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടൊന്നും ആരും എന്ത് ചെയ്യണ്ട, സങ്കടപ്പെടേണ്ട. നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഈ ദീനിൻ്റെ പേരിലാണ് പ്രധാനമായിട്ട്. അപ്പോൾ എല്ലാവരും അള്ളാഹുവിനെ കൂടുതൽ ഇഷ്ടപ്പെടുക. ഇൻഷാ അല്ലാഹ് ഖൈറാവട്ടെ, കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി അടുത്ത തിങ്കളാഴ്ച കാണാം.